നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ധനമടക്കം മറ്റു കാര്യങ്ങളോടൊക്കെ ഉപയോഗം കുറക്കണമെന്ന് ആഹ്വാനം ചെയ്ത പിറ്റേ ദിവസം മുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെയും മറ്റു BJP മന്ത്രിമാരുടെയും BJP MLA MP ഒക്കെ അതുപോലെ BJP നേതാക്കന്മാരുടെ ഒക്കെ ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെയാണ്. അതായത് പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് അവർ അനുസരിച്ചു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള വീഡിയോസും റീൽസും നമ്മൾ കണ്ടിട്ടുള്ളത്. ജനങ്ങൾ എന്ത് കാണണമെന്ന് വിചാരിച്ച് അവർ ഇട്ടത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ പിന്നാമ്പറം നമ്മൾ കണ്ടിട്ടില്ല. ആദ്യം നമുക്ക് നിതിൻ ഗഡ്കരിയുടെ ഒരു വീഡിയോ കാണാം. ഇത് ജനങ്ങൾ എന്ത് കാണണമെന്ന് വിചാരിച്ച് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം അനുസരിക്കാൻ ശ്രമിച്ചു എന്ന്. എന്നാൽ ഇതിന്റെ പിന്നാമ്പറം ഒരു വീഡിയോ ഉണ്ട്. കണ്ടതാണ് റിയാലിറ്റി. ആദ്യം കണ്ട വീഡിയോ അവർ ജനങ്ങൾ കാണണം എന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തേതാണ് ദ റിയൽ വീഡിയോ. ഇതുപോലെയാണ് പല മന്ത്രിമാരും BJP MLA-മാരും MP-മാരും ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ സത്യാവസ്ഥ. ഇനി മുംബൈയിലുള്ള BJP ചീഫിന്റെ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടില്ലേ? ഇതുപോലെ ഒട്ടനവധി വീഡിയോസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് BJP എന്താണോ ജനങ്ങൾ കാണണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കേസസും ഫേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ജെന്യുവിൻ കേസസും ഉണ്ട്. ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു MLA-യുടെ ഒരു വീഡിയോ ഉണ്ട്. ഇത് റീൽ മേക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീൽ മേക്കിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒന്നും ഇതുവരെ പുറത്തു വന്നില്ല. പക്ഷെ പല BJP MLA-മാരുടെയും MP-മാരുടെയും ഒക്കെ കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ഇതുവരെ കോൺട്രവേഴ്സി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ജെനുവിൻ ആണെന്ന് വിശ്വസിക്കാം. പക്ഷേ ഇത് അന്ന് ഒരു ദിവസം മാത്രമാണോ അല്ല ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ ആർക്കറിയാം. അതുപോലെ മധ്യപ്രദേശിലെ ഹൈക്കോടതി ജഡ്ജും ഇതുപോലെ സൈക്കിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജെനുവിൻ കേസായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നിരുന്നാലും ശരി 99% ഫേക്കാണ്. അതായത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി റീൽസിന് വേണ്ടിയും വീഡിയോസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക, അത്രമാത്രം. അതിനിടയിൽ രാജസ്ഥാൻ പോലീസിന്റെ ഒരു സർക്കസ് ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. പക്ക ഫോട്ടോഷൂട്ട്, വേറെ ഒന്നും പറയാനില്ല. അയാൾക്കത് ചവിട്ടാൻ വരെ കഴിയുന്നില്ല. അത്രയും ഉണ്ട് ഇന്ത്യൻ പോലീസിന്റെ ഫിറ്റ്നസ്. അതായത് ആ ഒരു സൈക്കിള് അയാൾക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. ഈ ഒരു വീഡിയോ മാത്രമല്ല, മറ്റു വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാജസ്ഥാൻ പോലീസ് എന്ത് ചെയ്യുന്നത്, ഈ സൈക്കിള് ഓടിച്ചു പോകുന്ന വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ളത് ഈ സൈക്കിൾ എടുത്തിട്ടാണോ ഇവർ കള്ളന്മാരെ പിടിക്കാൻ പോവുക എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങൾ കണ്ടല്ലോ, അയാൾക്ക് അത് ചവിട്ടാൻ വരെ സാധിക്കുന്നില്ല. ചവിട്ടാൻ വരെ സാധിക്കാത്ത ഇനി കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് അതെന്തെങ്കിലും ആവട്ടെ. ഇത് പക്ക ഫോട്ടോഷൂട്ട്, റീൽസിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഡ്രാമകളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി, നമ്മളുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത കാര്യം
അത് സീരിയസ് ആയിട്ട് തന്നെ കാണണം. കാരണം അതിന്റെ സീരിയസ്നെസ് അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്, ഈ ഒരു കാര്യം കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്കാണ് ചെന്നെത്തുക. ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് നിന്ന് ഇന്ത്യക്ക് എഴുന്നേൽക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പ്രോപ്പറായി മാനേജ് ചെയ്ത്, അതായത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രി എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം പറ്റുന്നത് പോലെ, നമുക്ക് സാധിക്കുന്നത് പോലെ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.